ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹേസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ സീസണിലെ ആദ്യത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിന്റെ അവസാനം പോലീസ് റോബറി ടീം കഴിഞ്ഞ 5 മാസമായി താമസിച്ചിരുന്ന വീട് കണ്ടെത്തുന്നു. പോലീസ് ആ വീടിന്റെ മുക്കും മൂലയും തിരയുന്നു. റോയൽ മിന്റ് കൊള്ളയടിക്കുവാനുള്ള റോബറി ടീമിന്റെ ഫുൾ പ്ലാനും പോലീസിന് അവിടെ നിന്നും കിട്ടുന്നു. ഫിംഗർ പ്രിന്റ് അനലൈസ് ചെയ്തതിൽ നിന്നും ടോക്കിയോ, റിയോ, ബെർലിൻ എന്നിവരുടെ മാത്രം ഫിംഗർ പ്രിന്റ്സ് ആണ് അവിടെ നിന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞതെന്ന് അവർ പറയുന്നു. ഇത് കേൾക്കുന്ന റക്കേലിന് ഡൗട്ട് തോന്നുന്നു. ഇത് തങ്ങൾക്കൊരു ലീഡാണോ അതോ ഇതിനു മുന്നേ സംഭവിച്ചതുപോലെ റോബറി ടീമിന്റെ അടുത്ത കെണിയാണോ എന്ന് അവൾ സംശയിക്കുന്നു. ഫാർമസിയിൽ നിന്നും മിസ്സായ ബെർലിന്റെ മെഡിക്കൽ റെക്കോർഡ് സർവറോസ് അവിടെ നിന്നും കണ്ടെത്തുന്നു. അവിടെ കഴിച്ചു ബാക്കി വെച്ചിരുന്ന ആഹാര സാധനങ്ങളിൽ മീൻ ഉണ്ടായിരുന്നു. അതാരോ അവിടെ കുറച്ചു മുന്നേ വെച്ചിട്ട് പോയതാണോ എന്ന് സംശയമുണ്ടെന്ന് അവർ പറയുന്നു. കാരണം ആ കൂട്ടത്തിലെ മീൻ ഫ്രഷ് ആണെന്ന് അവർ പറയുന്നു. ആ വീടിന്റെ 10 കിലോമീറ്റർ റേഡിയസിൽ തേടുവാൻ റക്കേൽ ആവശ്യപ്പെടുന്നു. റക്കേലിന് ഇത് റോബറി ടീമിന്റെ അടുത്ത ട്രാപ്പ് ആണെന്ന് മനസ്സിലാകുന്നു. ഈ സമയം പ്രൊഫസർ പോലീസ് അവിടേക്ക് വരുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന തെളിവുകൾ നശിപ്പിക്കുന്നത് കാണിക്കുന്നു. പോലീസ് ഓൾറെഡി കണ്ടെത്തിയവരുടെ ഡീറ്റെയിൽസ് മാത്രം അവിടെ അവശേഷിപ്പിക്കുന്നു. കൂടാതെ അപൂർണമായൊരു പ്ലാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു വെക്കുന്നു. ഇതുവഴി പോലീസ് അവിടെ ചില ദിവസങ്ങൾ ചെലവാക്കും. അത്ര ദിവസം കൂടി തങ്ങൾക്ക് പോലീസിന്റെ ശല്യമില്ലാതെ റോയൽ മിന്റിൽ പണം പ്രിന്റ് ചെയ്യാമെന്നായിരുന്നു പ്രൊഫസറിന്റെ പ്ലാൻ. എന്നാൽ റക്കേൽ അവിടെ എത്തി ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം കണ്ടെത്തുന്നു. ശേഷം റക്കേൽ സെർവറോസിനോട് തന്റെ എക്സ് ഹസ്ബൻഡായ ആൽബർട്ടിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു. ഒരു തെളിവ് പോലും അവശേഷിക്കാത്ത കേസിൽ പോലും പോലീസിന് സഹായകമാകുന്ന ലീഡുകൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ടുള്ള ഫോറൻസിക് എക്സ്പേർട്ട് ആണ് റക്കേലിന്റെ എക്സ് ഹസ്ബൻഡ് ആൽബർട്ട്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഈ സമയം റോയൽ മിന്റിൽ റോബറി ടീം പ്രൊഫസറിന് കോൾ ചെയ്യുന്നു. പ്രൊഫസർ തങ്ങൾക്ക് കോൾ ചെയ്തിട്ട് 18 മണിക്കൂറിൽ കൂടുതലായി. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് മോസ്കോ സംശയം പ്രകടിപ്പിക്കുന്നു. ഹേസ്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രൊഫസർ തങ്ങൾക്ക് ഓരോ 6 മണിക്കൂർ കൂടുന്തോറും കോൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ തനിക്ക് വിളിക്കാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത 6 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അങ്ങനെ 4 തവണ വരെ 24 മണിക്കൂർ കാത്തിരിക്കുക. ഈ സമയം നൈറോബി അങ്ങനെ 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും കോൾ ചെയ്തില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പോലീസ് തന്നെ പിടികൂടി എന്ന് മനസ്സിലാക്കുവാൻ പ്രൊഫസർ പറയുന്നു. മോസ്കോ എന്ത് ചെയ്യണമെന്ന് ബെർലിനോട് ചോദിക്കുന്നു. ബെർലിൻ അടുത്ത സൈക്കിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. 24 മണിക്കൂർ ആകാൻ 6 മണിക്കൂറിന്റെ ഒരു സൈക്കിൾ കൂടി ബാക്കിയുണ്ട്. അതുവരെ നിർത്താതെ കറൻസി പ്രിന്റ് ചെയ്യാമെന്ന് ബെർലിൻ പറയുന്നു. ഈ സമയം റക്കേൽ ടെൻഷനിൽ ആ വീട് വിട്ട് പുറത്തേക്ക് വരുന്നു. പ്രൊഫസർ റക്കേലിനോട് തനിക്ക് തിരികെ പോകണമെന്ന് പറയുന്നു. അവിടെ നിന്നും ബസ്സിൽ പൊയ്ക്കൊള്ളാമെന്ന് പ്രൊഫസർ പറയുന്നു. എന്നാൽ റക്കേൽ അതിന് സമ്മതിക്കുന്നില്ല. ജോലി തീർന്ന ശേഷം ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് റക്കേൽ പ്രൊഫസറിനെ അവിടെ പിടിച്ചു നിർത്തുന്നു. ശേഷം അവർ ഇരുവരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ കേസിൽ താൻ കറക്റ്റായ ഓഫീസർ ആണോ എന്ന് അവൾ പ്രൊഫസറിനോട് ചോദിക്കുന്നു. ഈ കേസ് തന്നെ കൊണ്ട് സോൾവ് ചെയ്യുവാൻ കഴിയുമോ എന്ന് അവൾ പ്രൊഫസറിനോട് ചോദിക്കുന്നു. തന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് അവൾ പറയുന്നു. എന്നാൽ പ്രൊഫസർ റക്കേൽ തന്നെയാണ് ഈ കേസിന് പറ്റിയ ബെസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നു. ക്രിമിനൽസിനെ കണ്ടെത്തുവാൻ സമയമെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ നീക്കവും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് പ്രൊഫസർ പറയുന്നു. ഈ സമയം ആൽബർട്ടോ അവിടേക്ക് എത്തുന്നു. അവർ ഇരുവരും ആൽബർട്ടോയെ പോയി മീറ്റ് ചെയ്യുന്നു. പ്രൊഫസർ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും ഉടൻ കല്യാണമുണ്ടാകുമെന്നും ആൽബർട്ടോയ്ക്ക് റക്കേൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പ്രൊഫസറിനെ പുറത്തു നിർത്തി അവർ ഇരുവരും അകത്തേക്ക് പോകുന്നു. അവിടെ നിന്നും കിട്ടിയ തെളിവുകൾ വെച്ച് ആൽബർട്ടോ അതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണെന്നും യൂസ് ഇല്ല എന്നും പറയുന്നു. എല്ലാ എവിഡൻസും ഫേക്ക് ആണെന്നും ആരോ തങ്ങളെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി ചെയ്തതാണെന്നും അയാൾ പറയുന്നു. ഏഞ്ചൽ തങ്ങൾക്ക് ആരുടെയോ ഫിംഗർ പ്രിന്റ് കൊടുത്തിരുന്നു. അത് കാറിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റുമായി മാച്ചായ വിവരം ആൽബർട്ട് പറയുന്നു. ഏഞ്ചൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി, പക്ഷെ അതാരാണെന്ന് ആർക്കും അറിയില്ല. ആൽബർട്ട് ഈ സമയം അവിടെ ഉണ്ടായിരുന്ന തീ കായുന്ന ചിമ്മിനി പോലുള്ള ഹെർത്തിന്റെ സമീപത്തേക്ക് എത്തുന്നു. അവിടെ അവർ ചില പേപ്പേഴ്സ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പേപ്പർ മുഴുവനായി കത്തിപ്പോയിട്ടുണ്ടെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കും. അത് കണ്ടെത്തി ടെസ്റ്റ് ചെയ്യാമെന്ന് ആൽബർട്ട് പറയുന്നു. ഈ സമയം പ്രൊഫസർ തനിക്ക് പോകാൻ സമയമായി റക്കേലിനോട് യാത്ര പറയണമെന്ന് സർവറോസിനോട് പറയുന്നു. ആൽബർട്ടോ ടെസ്റ്റ് ചെയ്യുവാനായി പേപ്പർ കത്തിയതിന്റെ പൊടികൾ കണ്ടെത്തുന്നത് പ്രൊഫസർ കാണുന്നു. ഇത് കാണുന്ന പ്രൊഫസർ ഷോക്കാകുന്നു. പ്രൊഫസറിന്റെ അച്ഛൻ ഇതുപോലെ ഒരു ഹേസ്റ്റ് നടത്തുവാൻ ശ്രമിച്ചിരുന്നു.
അതിനെപ്പറ്റിയുള്ള പത്രവാർത്തകളും പ്രൊഫസറിന്റെ ചില ഡോക്യുമെന്റ്സും അവിടെ ഇട്ട് കത്തിച്ചിരുന്നു. താൻ നശിപ്പിക്കുവാൻ ശ്രമിച്ച പേപ്പർ കഷ്ണങ്ങളുടെ തരികളാണ് ആൽബർട്ടോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രൊഫസർ വല്ലാതെ ടെൻഷനിലാകുന്നു. ആ പേപ്പറിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തിയാൽ അവർ അന്വേഷിച്ച് പ്രൊഫസറിലേക്ക് എത്തുമെന്ന് പ്രൊഫസറിന് മനസ്സിലാകുന്നു. പ്രൊഫസർ റെക്കേലിനോട് യാത്ര പറയുന്നു. ആൽബർട്ടോ പ്രൊഫസറിനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഈ സമയം റോബറി ടീം പ്രൊഫസറിനെ പോലീസിനൊപ്പം ന്യൂസിൽ കാണുന്നു. വീടും മറ്റു വിവരങ്ങളും പോലീസ് കണ്ടെത്തിയെന്ന് ന്യൂസിൽ കാണിക്കുന്നു. റോബറി ടീം പ്രൊഫസറിനെ പോലീസ് പിടികൂടിയെന്ന് തെറ്റിദ്ധരിക്കുന്നു. തങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ടോക്കിയോ പറയുന്നു. എന്നാൽ കാര്യങ്ങളിൽ വ്യക്തത വരാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബെർലിൻ പറയുന്നു. ഈ സമയം ഒസ്ലോയുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ വയ്യാതെ ഹെൽസിങ്കി ഒസ്ലോയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. ടോക്കിയോയും റിയോയും ഡെൻവറും ബെർലിന്റെ മുറിയിലേക്ക് എത്തി ബെർലിന് നേരെ തോക്ക് ചൂണ്ടുന്നു. ബെർലിൻ മറ്റു വഴികളില്ലാതെ അവർക്ക് മുന്നിൽ സറണ്ടർ ആകുന്നു. പ്രൊഫസർ തെളിവ് നശിപ്പിക്കുവാനായി ആൽബർട്ടോയ്ക്കൊപ്പമാണുള്ളത്. 5 മണിക്കൂറിനുള്ളിൽ ടീമിനെ വിളിച്ചില്ലെങ്കിൽ ഉറപ്പായും പ്രോബ്ലം ആകും. ഇതിനുശേഷം എന്ത് സംഭവിച്ചുവെന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.